ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു അമ്മച്ചിണ്ട്. എല്ലാരും ആ വീഡിയോ കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ ഈ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ആ ഒരു വഴിയിലേക്ക് എത്തിയത്, ആ ഒരു വൈറൽ വീഡിയോയിലേക്ക് എത്തിയത് എന്ന് അമ്മച്ചി വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അമ്മയെ വൈറലാക്കി ആ വീഡിയോ എടുത്ത ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളൊന്ന് വിളിച്ചു തരികയാണ്. ഇതാണ് ആള്. വൈറലായത് ഞാൻ വൈകിട്ടാണ് അറിയുന്നത്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഒരു അക്കൗണ്ട് ഇട്ടിരുന്നു. ഞാനത് കാണാറൊന്നും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നോക്കുന്നില്ല. സിംഗപ്പെണ്ണേന്നാ പറയുന്നത്. അതിനുള്ള ആ ഒരു സാഹചര്യം എന്തായിരുന്നു ശരിക്കും? അല്ല, ഇത് കുറച്ച് കാലമായി ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ വീട് ആ ബൈപ്പാസിലേക്കാണ് ഓപ്പൺ, ഇതിന് തൊട്ടപ്പുറത്ത് ഇവിടെയാണ്. ഒരു കാവൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടാണ്. അപ്പം നമ്മളെ വഴി അതാണ്. അതായത് ഇയാൾ എന്നോട് പറയുന്നത്, ഞാനിങ്ങനെ പോവുക, ഞാൻ അവിടെ ഒരു കടയിൽ കാശ് കൊടുക്കാനുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി പോവുക. ഒരു ഉച്ച സമയമാണ്, എന്തായാലും 1 മണീൻ്റെ മുമ്പാണ്, 12:30 1 മണീൻ്റെ ഇടക്കാണെന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ ഇയാളിങ്ങനെ വരുന്നു. അപ്പം ഞാൻ എന്നോട് പറയുന്നു മാറാൻ. ഞാൻ ഇങ്ങോട്ട് മാറും, നിങ്ങൾ പറയും. ആ ഫുട്പാത്തിൽ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ സ്പേസ്. അപ്പോൾ അയാൾ വണ്ടി ഇങ്ങനെ ചരിച്ചിട്ട് പറഞ്ഞു ഇതിലെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത്. ഇത്രയും തിരക്കിട്ട് ആ വ്യക്തി ഫുട്പാത്തിലൂടെ കയറ്റി പോകുന്നുണ്ട്. ആ റോഡിലൂടെ ഇഷ്ടം പോലെ വാഹനങ്ങൾ ആ റോഡിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് ഈ വ്യക്തി ഫുട്പാത്തിലൂടെ ആളുകൾ നടക്കുന്ന വഴി ശല്യപ്പെടുത്തി ആ ഫുട്പാത്തിലൂടെ വണ്ടി കൊണ്ടുപോകേണ്ട എന്താവശ്യമാണ്? എന്ത് തിരക്കാണ്? അമ്മച്ചി ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല.